and you're watching Feda's Cozy Palace. അപ്പോൾ ഇനി നിങ്ങൾ 10th പോകാൻ പോകുന്ന ഒരു സ്റ്റുഡൻ്റ് ആണോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഫോർ യു ഗൈസ്. ഞാൻ ഇപ്പോൾ പറയാൻ കാരണം നിങ്ങൾക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും. ബിക്കോസ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് മൈ മോഡൽ എക്സാം മാർക്സൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. എക്സാം പേപ്പർ വരെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. സോ അത് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാണ്. അപ്പോൾ ഞാനും ഇപ്പോൾ 10th ഞാൻ ഒരുപാട് പേരുടെ വീഡിയോസ് വാച്ച് ചെയ്യുന്നായിരുന്നു. അതായത് ഇപ്പോൾ അവരുടെ മോഡൽ എക്സാം മാർക്സ് ആയിക്കോട്ടെ, പിന്നെ അവർ SLCയിലെത്തിയപ്പോൾ ഇങ്ങനെ ആയി, അവരുടെ ചേഞ്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഇങ്ങനത്തെ വീഡിയോസ് അതിന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാം കേട്ടോ. സോ നമുക്ക് വീഡിയോയിലോട്ട് ഗൈസ്. അപ്പോൾ ഞാൻ എൻ്റെ മാർക്സ് റിവീൽ ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ലാംഗ്വേജ് സബ്ജക്ട്സിൽ നിന്ന് തുടങ്ങാം. ഞാൻ ഫസ്റ്റത്തെ ലാംഗ്വേജ് എടുത്തിട്ടുണ്ട്. മൈ മാർക്സ് ഇതാണ് എൻ്റെ മാർക്സ് 40 ഗൈസ്. ഫസ്റ്റ് ലാംഗ്വേജ് അതായത് കേരള പാഠാവലിയാണ്. ചിലരൊക്കെ സംസ്കൃത്, ഉറുദു, സംസ്കൃതം അങ്ങനത്തെ ഒക്കെ ആയിരിക്കും. ഞാൻ മലയാളം തന്നെയാണ് എടുത്തിട്ടുള്ളത്. കേരള പാഠാവലി എനിക്ക് 40 out of 40 ഉണ്ട്. അപ്പോൾ ലാംഗ്വേജ് സബ്ജക്ട്സ് പൊതുവെ എല്ലാവർക്കും ഈസി ആയിരിക്കും. എനിക്ക് ഈസിയാണ്, എല്ലാവർക്കും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. നെക്സ്റ്റ് സബ്ജക്റ്റ് എടുക്കാൻ പോവുകയാണ്. മലയാളം സെക്കൻഡാണ്, അതായത് സെക്കൻഡ് ലാംഗ്വേജ്. ഇത് പിന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ ആയിരിക്കും. അടിസ്ഥാന പാഠാവലി, മറ്റേത് കേരള പാഠാവലി. അത് പിന്നെ ചിലർക്കൊക്കെ മാറ്റം ഉണ്ടാവും. മൈ മാർക്സ് 40 out of 40 ഉണ്ട്. മലയാളം എനിക്ക് പൊതുവെ ഈസിയാണ്, പിന്നെ ഇംഗ്ലീഷ് അങ്ങനത്തെ ഒന്നും കുഴപ്പമില്ല. അപ്പം ഇനി അടുത്ത സബ്ജക്റ്റാണ്. ഇത് ചിലർക്ക് ഈസി ആയിരിക്കും, ചിലർക്ക് ടഫായിരിക്കും. എനിക്ക് ഒരു കുഴപ്പമില്ലാത്ത സബ്ജക്റ്റാണ്. ഇതൊരു ലാംഗ്വേജ് തന്നെയാണ്, ഹിന്ദിയാണ്. ഹിന്ദി ഇപ്പോൾ എനിക്ക് പൊതുവേ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ആണ് വരാറുള്ളത്. എൻ്റെ മാർക്സ് ഉണ്ടോ 31 out of 40. എനിക്ക് അറിയാം ഇത് എത്ര നല്ല മാർക്കൊന്നുമല്ല, ഒരു കുഴപ്പമില്ലാത്ത മാർക്കാണ്. എനിക്ക് ഇപ്പോഴും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാറുള്ളത്. ഹിന്ദി എന്നാൽ കുഴപ്പമില്ല, ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ കാണാതൊക്കെ പഠിച്ചിരുന്നു കേട്ടോ. ഞാൻ അധികം ഫോർമാറ്റാണ് കാണാതെ പഠിക്കാറ്. ബാക്കിയൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നൊക്കെ എടുത്തങ്ങ് എഴുതാം. അപ്പോൾ ഞാൻ ഫോർമാറ്റൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫോർമാറ്റൊക്കെ ഞാൻ 8th പഠിക്കൽ തുടങ്ങിയതാണ്. ആ ഫോർമാറ്റ് എനിക്ക് ഇപ്പോഴും കാണാതെ അറിയാം. ഹിന്ദി പഠിക്കാതെ എൻ്റെ ഡയറി, ലെറ്റർ, പോസ്റ്റർ അങ്ങനത്തെയൊക്കെ. ഹിന്ദി പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ്. കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. യൂട്യൂബിൽ വീഡിയോസ് ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള ചാനൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. കുഴപ്പമില്ലാത്ത ഒരു 80 മാർക്സിലുള്ള ഒരു ലാംഗ്വേജാണ്. അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇംഗ്ലീഷാണ് വൺ ഓഫ് മൈ ഫേവറേറ്റ് സബ്ജക്റ്റാണ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഉള്ള സബ്ജക്റ്റാണ്. അതുകൊണ്ട് ഞാൻ അത്യാവശ്യം പഠിക്കാൻ നോക്കാറുണ്ട്. പിന്നെ ഗ്രാമറാണ് എനിക്ക് കുറച്ച് ടഫ് ഉള്ളത്. മറ്റൊന്നും കുഴപ്പമില്ല. ഡിസ്കോഴ്സ്, അതായത് നമ്മുടെ ഡയറി, ലെറ്റർ അങ്ങനത്തെ ഒന്നും കുഴപ്പമില്ല. ഒക്കെ നമുക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റും. ബട്ട് നമുക്ക് ഇപ്പോൾ ഗ്രാമറായിരിക്കും കുറച്ചും കൂടി ഡിഫിക്കൽട്ടായിട്ട് വരിക. കുറച്ച് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതും കൂടി സ്കോർ ചെയ്യാൻ പറ്റും. ഞങ്ങൾക്കെന്ന് വെച്ചാൽ ഇപ്പോൾ മോഡൽ എക്സാം ഭയങ്കര ഈസി ആയിരുന്നു ഇംഗ്ലീഷ്. അപ്പോൾ പബ്ലിക് എക്സാം ടഫാവും എന്നാണ് നിങ്ങൾ കരുതുന്നത്. ഞങ്ങളുടെ പ്രതീക്ഷയൊക്കെ തെറ്റി. ഞങ്ങൾ എന്തെങ്കിലും ഫുള്ള് ടഫാവും തന്നെയാണ് കരുതിയിരുന്നത്. പക്ഷേ പബ്ലിക് എക്സാം ഈസി ആയിരുന്നു ഇംഗ്ലീഷ്. സോ മോഡൽ എക്സാമിൽ എനിക്ക് 76.5 out of 80, അതായത് 77 മാർക്സ് ഔട്ട് ഓഫ് 80. ഹാഫ് പൊതുവേ നമ്മുടെ മാർക്ക് ലിസ്റ്റിലൊന്നും ഇടലില്ല. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റാണ്. യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ചാനൽസ് ആൻഡ് ഞാൻ എങ്ങനെയാണ് പഠിച്ചത് അതൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നുണ്ട്. സയൻസ് സബ്ജക്ട്സുകളിലോട്ട് പോവാം. ഫിസിക്സ് ആണ് ഗൈസ്. 33.5 out of 40 ആണ്. 34 out of 40 ആണ്. കുഴപ്പമില്ലാത്ത മാർക്ക് കിട്ടിയിട്ടുണ്ട്. 35 മാർക്സാണ് A+. അപ്പോൾ എനിക്കൊരു 1.5 മാർക്സ് കുറഞ്ഞിട്ടുള്ളൂ A+ന്. അപ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. എക്സാം എന്ന് വെച്ചാൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെയല്ല ക്വസ്റ്റ്യൻസ് വരിക. ബിക്കോസ് നമുക്കിപ്പോൾ കുറച്ച് മാത്സിൻ്റെ ബേസിക്സ് ഒക്കെ അറിഞ്ഞാൽ തന്നെ നമുക്ക് ഫിസിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് പറഞ്ഞാൽ മാത്സ് ആണ് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റുമാണ്. പക്ഷേ ഫിസിക്സ് എനിക്ക് വലിയ കുഴപ്പമില്ല, എനിക്കിഷ്ടമാണ്. കുറച്ച് നമുക്ക് പഠിക്കാനും ഉണ്ട്, കുറച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനും ഉണ്ട്. അപ്പോൾ എനിക്കിഷ്ടമാണ്. മാത്സ് എന്ന് വെച്ചാൽ അങ്ങനെയല്ലല്ലോ, മൊത്തമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. സോ അതുകൊണ്ട് എനിക്ക് മാത്സ് ഇഷ്ടമല്ല. ബയോളജി എനിക്ക് 39 out of 40 ആണ്. ബയോളജി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റാണ്. നമുക്ക് കുറച്ചുകൂടി മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ്. കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റാണെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് കുഴപ്പമില്ല ബയോളജി. കെമിസ്ട്രി എനിക്ക് 33 out of 40 ആണ്. ഫസ്റ്റ് 13 ആയിരുന്നു സാർ ഇട്ടിരുന്നത്. പിന്നെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 33 out of 40 ഉണ്ടായിരുന്നു. പറയുന്നുണ്ടെങ്കിൽ കെമിസ്ട്രി ഭയങ്കര ടഫായിരുന്നു. മോഡൽ എക്സാമിൽ കെമിസ്ട്രി ഭയങ്കര ടഫായിരുന്നു. ഫിസിക്സ് കുഴപ്പമുണ്ടായിരുന്നില്ല. ബട്ട്
കെമിസ്ട്രി എനിക്ക് ഭയങ്കര ടഫായിരുന്നു. പക്ഷേ എനിക്ക് ഫിസിക്സിൻ്റെ അത്ര മാർക്സൊക്കെ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് ടഫാവാൻ കാരണം മറ്റൊന്നുമല്ല, എനിക്ക് എന്തൊക്കെയോ ഒരു തകരാറ് പോലെ തോന്നി. ബിക്കോസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ ഒന്നല്ല ക്വസ്റ്റ്യൻസ് വന്നത് മോഡൽ എക്സാമിന് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ മറന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ക്രോമിയത്തിൻ്റെ കോപ്പറിൻ്റെ ഇതിൻ്റെ ഒന്ന് ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്. ഞാൻ ഇവിടെ വന്ന് മാർക്സൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആൻസർക്ക് ചെക്ക് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത് ഞാൻ ആ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അതിപ്പോൾ എഴുതിയിരുന്നെങ്കിൽ എനിക്ക് എന്തായാലും A+ ഉണ്ടായിരുന്നു. A+ന് ഇപ്പോൾ കുറച്ച് മാർക്സേ പോയിട്ടുള്ളൂ. എനിക്ക് ഫിസിക്സും കെമിസ്ട്രി എന്ന് വെച്ചാൽ ഇടയ്ക്ക് A+ ഉണ്ടാവും, ഇടയ്ക്ക് A+ പോകും, അങ്ങനെ ജസ്റ്റ് എക്കെത്തും. അതായത് A+ന് 1-2 മാർക്സ് അങ്ങനെ പോകാമെന്നല്ലാതെ ഇതുവരെ അധികം കുറഞ്ഞിട്ടൊന്നുമില്ല. SS എനിക്ക് ഇഷ്ടമാണ് പഠിക്കാനൊക്കെ, പക്ഷെ കുറേ നേരം കുത്തിയിരുന്ന് പഠിക്കേണ്ടി വരും. 72.5 ആണ്, 73 ഔട്ട് ഓഫ് 80. അപ്പോൾ കുറേ കുത്തിയിരുന്ന് പഠിക്കാനുണ്ട്, ബട്ട് പഠിച്ച ഈസിയാണ് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത, എനിക്കൊരിക്കലും A+ കിട്ടില്ല എന്ന് ഞാൻ കരുതിയിട്ടില്ല. അതേപോലെ തന്നെ എനിക്കൊട്ടും പഠിക്കാൻ തോന്നാത്തൊരു സബ്ജക്റ്റാണ്. കാരണം ഞാൻ എത്ര പഠിച്ചാലും എനിക്ക് മാർക്സ് കിട്ടാറില്ല. ഇതുവരെ A+ കിട്ടാത്തൊരു സബ്ജക്റ്റാണ്. എനിക്ക് ലാസ്റ്റ് SLCയിൽ മാത്രമാണ് എനിക്ക് A+ കിട്ടിയത്. മോഡൽ എക്സാമിൽ വരെ മാർക്സ് കുറവുള്ള സബ്ജക്റ്റാണ്. എപ്പോഴും അങ്ങനെയാണ്. 44.5 ഔട്ട് ഓഫ് 80 C+ ആണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരിക്കലും മാത്സ് ടഫാണെന്ന് കരുതി നിങ്ങൾ പഠിക്കാതിരിക്കണം. ഞാൻ ഒരുപാട് ശ്രമിച്ചു. എനിക്ക് മോഡൽ എക്സാമിൽ ഇത്രയും മാർക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അതായത് 60ൻ്റെ അടുത്ത് എനിക്ക് ഇതുവരെ എത്തിയിട്ടില്ല മാർക്സ് മോഡൽ എക്സാം വരെ. അതായത് ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം ഒക്കെ എനിക്കൊരു 50 ആയിരുന്നു, ഒരു 51 അല്ലെങ്കിൽ 55 അങ്ങനെ പോകും. അല്ലാതെ എനിക്കിതുവരെ 60 വരെ സ്കോർ ചെയ്യാൻ പറ്റത്തില്ല. അതായത് എനിക്ക് A വരെ ഈ ഒരു 10th എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഓർമ്മ വെച്ച നാളെ മുതലിപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെ 5th വരെയൊക്കെ കിട്ടിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇപ്പോൾ ഒരു 8th മുതൽ എനിക്ക് എന്തായാലും മാത്സിൽ A+ ഇട്ടിട്ടില്ല. എനിക്ക് മാത്സ് ഭയങ്കര ടഫുള്ളവരോട് പറയാനുള്ളത്, നിങ്ങൾ ശ്രമിച്ച് എന്തായാലും നിങ്ങൾക്ക് A+ നേടാൻ പറ്റും. ബിക്കോസ് ഞാൻ നേടി, സോ അതുപോലെ നിങ്ങൾക്കും നേടാൻ പറ്റും. സോ ഞങ്ങളുടെ മാത്സ് എന്ന് പറഞ്ഞാൽ ഞാൻ സ്റ്റഡി ലീവിൽ നന്നായിട്ട് ശ്രമിച്ചു. പിന്നെ അത് മാത്രമല്ല, ഞങ്ങളുടെ ലക്ക് എന്ന് പറയാം, ഞങ്ങൾക്ക് മാത്സിന് മുമ്പ് 1 വീക്കാണ് ഞങ്ങൾക്ക് സ്റ്റഡി ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് 7 days ഞങ്ങൾക്ക് മാത്സ് പഠിക്കാനായിട്ട് കിട്ടി. അന്ന് കുത്തിയിരുന്ന് പഠിച്ചിട്ടുണ്ട്. പിന്നെ ഞാനിങ്ങനെ വിചാരിച്ചു, ഞങ്ങളൊക്കെ കരുതിയിരുന്നതാണ് 7 days കിട്ടി ഇനിയിപ്പോൾ നല്ലോണം ടഫാവുമെന്ന്. ബട്ട് ഞങ്ങൾ കരുതിയ പോലെ ഒന്നും ആയിരുന്നില്ല. ഭയങ്കര ഈസി ആയിരുന്നു. എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു A+ ഉണ്ടാവുമെന്ന്. ഒരു കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഇവിടെ ഒന്ന് ആൻസർ കീ ചെക്ക് ചെയ്തപ്പോൾ ഒരു 74 ആ ഒരു മാർക്സിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. മോഡൽ എക്സാം ഈസിയാണെന്ന് എഴുതി പബ്ലിക് എക്സാം ടഫാവില്ല. മോഡൽ എക്സാം ടഫാണെന്ന് എഴുതി പബ്ലിക് എക്സാം ഈസി ആവില്ല. ഈ പേപ്പർ ഇടുന്നവരുടെ മെയിൻ അനുസരിച്ചിരിക്കുക. ഞങ്ങളുടെ കെമിസ്ട്രി മോഡൽ എക്സാം ടഫായിരുന്നു, പക്ഷേ പബ്ലിക് എക്സാം ആയപ്പോൾ ഭയങ്കര ഈസി ആയിരുന്നു. എനിക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് കെമിസ്ട്രി ആയിരുന്നു എക്സാം എഴുതിയിൽ വെച്ച്. മലയാളം പിന്നെ ഓൾറെഡി ഉണ്ടാവും. അതല്ലാതെ ഇപ്പോൾ സയൻസ് സബ്ജക്റ്റിൽ എനിക്ക് ബാക്കി സബ്ജക്റ്റിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി ഭയങ്കര ഈസി ആയിരുന്നു കെമിസ്ട്രി. സോ അത്രയൊക്കെ പറയാനുള്ളൂ. എല്ലാവരും നല്ല മാർക്സാണ് സ്കോർ ചെയ്യുക. അപ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്സ് വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ഞങ്ങൾ അതേ ഒരു മോഡൽ തന്നെയാണ്. ഞാൻ നോക്കിയപ്പോൾ യൂട്യൂബ് ചാനൽസിലൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ അവരുടെ ചാനൽസിലൊക്കെ നോക്കിയപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കണ്ടൻറ്റ് കൂടി ഉണ്ട്. പക്ഷേ നമുക്ക് പഠിക്കാനുള്ളതുപോലെ തന്നെയാണ്. അപ്പോൾ കുറച്ചുകൂടി കണ്ടൻറ്റ് കൂടിയിട്ടുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ചും കൂടി ടൈം സ്പെൻഡ് ചെയ്യണം. നിങ്ങൾക്ക് ഫുൾ A+ ആണ് ലക്ഷ്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ആ ഒരു ഡ്രീമിൽ തന്നെ പിടിച്ച് നിൽക്കുക. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും നേടാൻ പറ്റും. സോ എനിക്ക് അത്രേ പറയാനുള്ളൂ. അപ്പോൾ ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫുൾ യൂസ്ഫുൾ വീഡിയോസ് വരുന്നതായിരിക്കും. ഞാൻ ഇങ്ങനെ പഠിച്ച് ഏത് ചാനൽസാണ് യൂസ്ഫുൾ അതൊക്കെ പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ആൻഡ് അതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ +1 പോകുന്നവർക്ക് എൻ്റെ പോലത്തെ സ്റ്റുഡൻസിനും ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ചാനലായിരിക്കും. ഞാൻ ഇപ്പോൾ അഡ്മിഷന് കൊടുത്തു, നിങ്ങളൊക്കെ കൊടുത്തോ? അപ്പോൾ ഞാനിപ്പോൾ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ് ബയോ സയൻസ് ആണ്. നിങ്ങളൊക്കെ ഏതാ എടുക്കുന്നതെന്നൊക്കെ കമൻറ്റ് ചെയ്യുക. സോ അത്രേ ഉള്ളൂ. ബൈ.